ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛൻ ലീവ് കിട്ടണ്ടേ? ഇന്ന് എന്റെ പിറന്നാളാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അത് മാത്രല്ല, ദേ എന്റെ പൊന്നാരച്ഛനും ദേ ഈ പിള്ളച്ചേട്ടനും കൂടിയിട്ട് പിറന്നാൾ സദ്യ കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടേ കളക്ടർക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്താണ്. പക്ഷെ അനുവദിക്കണ്ടേ? ഹലോ രാഘവ സാറേ. എടോ പിള്ളേ, താങ്കൾ പോയി കിടക്കോളൂ. ഞാൻ ദേ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എടോ നമുക്ക് ഇതോടത്തോടെ പോണോടോ. താൻ പെട്ടെന്ന് വാ ഇങ്ങോട്ട്. ഓ ദാ വരുന്നു സാറേ. വിഷ്ണുവിന്റെ എവിടെങ്കിലും പോകുന്നുണ്ടോ? വണ്ടിയൊക്കെ കഴുകിയിടുന്നുണ്ടല്ലോ. ഏയ് അതിപ്പോ ദിവസം ചെയ്യുന്ന പണിയല്ലേ, ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ബർത്ത്ഡേ ഒക്കെ അല്ലേ. അതുമല്ല അച്ഛനും ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്ശേ, ദേ മക്കളെ, ശ്ശേ, ഇതിനിടയിൽ ഇവിടെ കിടന്ന് ഓടല്ലേ. അപ്പുറത്തെങ്ങാനും പോയിന്ന് കളിച്ചേ പോയെ. സ്കൂളിൽ പോകാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസം എനിക്ക് തലവേന. ഒരു കാര്യം പറഞ്ഞാൽ ശരിയാ, ഇങ്ങനെ എല്ലാരും ഇടയ്ക്ക് കൂടുന്നത് നല്ലതാ. അതൊരു രസമാ. ഈ ഒരു മുറി മാത്രം മതിയോ ചേച്ചി? ഏയ് അതുപോരാ, ഇതും കൂടി എടുത്തോ. മോര് കാച്ചനും വേണ്ടേ? അണ്ണാരച്ചക്ക അരച്ചു കലക്കി മോര് കാച്ചണതേ അച്ഛന് വലിയ ഇഷ്ടാ. ഞാൻ വെറുതെ അടുപ്പത്തിട്ട് വേവിച്ചെടുക്കുന്നതാ പതിവ്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് മോര് ഒഴിച്ചൊന്ന് എടുത്തു നോക്കിയേ, ടേസ്റ്റ് കൂടും. ദേ ഇതൊന്നും എന്റെ മിടുക്കല്ലാട്ടോ, അമ്മയിൽ നിന്നും പഠിച്ച നുറുങ്ങു വിദ്യകളാ. എന്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിന്നാ മതി, അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞുതരാം. ചെന്ന് കയറുന്ന വീട്ടുകാര് നല്ല ഭക്ഷണപ്രിയരാണെങ്കിൽ അവരെ നിരാശപ്പെടുത്താതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോണ്ടേ. ആ അത്യാവശ്യം തെറ്റില്ലാതെ ഞാൻ ചോറും കറിയൊക്കെ വെക്കും ചേച്ചി. അതുപോരാ, കഴിക്കുന്നവന്റെ നാവിലെ സ്നേഹമായിരിക്കണം ഭക്ഷണം എന്നാ പറയുന്നത്. ജയശ്രീയെ നല്ലൊരു പാചകക്കാരി ആക്കിട്ടെ ഞാൻ കല്യാണം കഴിപ്പിക്കും. കെട്ടുന്നവനെ ജയശ്രീയുടെ ഭക്ഷണം കഴിച്ചങ്ങ് മാറ്റി മറക്കണം. അമ്മേ, ദേ അച്ഛൻ പോവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. കഴിക്കാൻ എന്തേലും എടുത്തു വെക്കാൻ പറഞ്ഞു. പോവാനോ? എവിടെ പോവാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. റെഡിയായി നിപ്പണ്ട അവിടെ. ശരി, ഞാൻ പോയി നോക്കട്ടെ. ചേച്ചി ഇച്ചിരി തേങ്ങ തരോ? ആ പിന്നെന്താ, എനിക്കും വേണം. ആ ശരി, ഞാൻ ഇറങ്ങാൻ വിളിക്കാം. ആ എന്താ വിഷ്ണുട്ടാ, ഇതെവിടെ പോവാ? ജോലിക്ക്. കളക്ടർ ഇന്ന് പോകുന്നില്ല, പിന്നെ കളക്ടറുടെ സാരഥി എന്തിനാ പോകുന്നത്? അയ്യോ, കളക്ടർക്ക് ലീവ് എടുക്കാം, കാരണം കളക്ടർക്ക് മാസശമ്പള. പക്ഷെ ഡ്രൈവർക്കേ ദിവസക്കൂലിയേ. ചെന്ന് ഒപ്പിട്ടില്ലെങ്കിലേ ഇന്നത്തെ ശമ്പളം അങ്ങോട്ട് പോവും. ഇന്ന് പോവണ്ട അച്ഛാ, ഞങ്ങള് രണ്ടുപേരും പോകുന്നില്ല. പിന്നെ എന്താ അച്ഛൻ മാത്രം പോകുന്നേ? അതൊന്നും പറഞ്ഞ പറ്റില്ല മക്കളെ, അച്ഛന് പോണം. ഇന്ന് വിഷ്ണുവേട്ടന്റെ പിറന്നാളല്ലേ വിഷ്ണുവേട്ടാ? എന്ന് വെച്ചിട്ട് ജോലിക്ക് പോയിരിക്കണോ? പിറന്നാളൊക്കെ അടുത്ത വർഷം വരും, പക്ഷേ ജോലി പോയതാ മോളെ. ആ അല്ലെങ്കിൽ തന്നെ ഇവിടെ ജീവിക്കുന്ന പല ആൾക്കാരുടെയും മുങ്ങിമുറക്ക് കണ്ടിട്ട്. ഇനിയിപ്പോ ജോലി കൂടി ഇല്ലെങ്കിൽ വല്ല കാശിയിലോ രാമേശ്വരത്തൊക്കെ പോയിട്ട് ഭജന ഇരുന്നാ മതി. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല്. രാവിലെ മുതൽ ഞങ്ങൾ ഇത് ആർക്കു വേണ്ടിയാ ഉണ്ടാക്കുന്ന? പിറന്നാളുകാരനെ സദ്യ കൂട്ടാനല്ലേ. എന്നിട്ട് ആ പിറന്നാളുകാരൻ ജോലി എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുക. അതേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും, മനസ്സിലായ? സാർ
ഇതെന്താ എല്ലാവരും മുറ്റത്തൊന്നൊരു ചർച്ച? ഏ ഒന്നുമില്ല, ഞങ്ങള് വെറുതെ ഇങ്ങനെ. അച്ഛൻ 5 മിനിറ്റ് വൈകിയായിരുന്നു കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അല്ല പിറന്നാളായിട്ട് നീ ഇതോടെ പോവാ? അല്ല, ജോലിക്ക് പോണ്ടേ. ജോലിക്ക് പോവേ? പോലെ എന്തോടാ ആകാശം വിളിച്ചു വീഴുവോ? എന്റെ അച്ഛൻ ലീവ് കിട്ടണ്ടേ? ഇന്ന് എന്റെ പിറന്നാളാണ്. എനിക്ക് എന്റെ കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അത് മാത്രല്ല, ദേ എന്റെ പൊന്നാരച്ഛനും ദേ ഈ പിള്ളച്ചേട്ടനും കൂടിയിട്ട് പിറന്നാൾ സദ്യ കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടേ കളക്ടർക്ക് ലീവ് അപ്ലിക്കേഷൻ കൊടുത്താണ്. പക്ഷെ അനുവദിക്കണ്ടേ? ജോലി ഈസ് ഫസ്റ്റ്. പിറന്നാളൊക്കെ അടുത്ത വർഷം മതി കളക്ടർ പറഞ്ഞേ. ചോദിക്കാച്ചാ ചോദിക്ക്. എന്റെ അച്ഛ എന്താ ഇത്? കള്ളം പറയാ, ചുമ്മാ പറയാ. ഞാനെന്ന ലീവാ, പിന്നെ വിഷ്ണുവേട്ടനെ ലീവ് എടുക്കാൻ പറ്റാത്തെന്താ? ഭക്ഷണമൊക്കെ ഏറെക്കുറെ റെഡിയാ. ഞാൻ ഈ ചെയ്തുണ്ടാക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാച്ചാ? മോള് ധൈര്യമായിട്ട് സദ്യ ഒരുക്കിക്കോ. ഇവനെ ഇന്ന് ഇവിടുന്ന് എവിടേക്കും പോകത്തില്ല. എന്താ പിള്ളേ? ഇവൻ ഈ പടി ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഇവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കും. താൻ സഹായത്തിലോടോ? പിന്നെ തീർച്ചയായിട്ടും. ആദ്യം ഞാൻ വീണിട്ട് രാഘവൻ സാർ വീഴും. പിന്നെ അല്ല. അച്ഛൻ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. ഞാൻ വെറൊരു ഡ്രൈവറായതിന്റെ പേരിലേ ഈ കളക്ടർ മാഡത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം പീഡനങ്ങളാണ് ഞാൻ സഹിക്കണമെന്നറിയോ? ഇപ്പൊ വീട്ടിൽ തുടങ്ങിയിരിക്കുക. എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണം. കളക്ടർ വന്ന ഒന്നും ചെയ്യില്ല. ഈ കുറച്ച് വയലെടുത്ത് ഇങ്ങനെ കുത്തിയിരിക്കും. ശരിയാന്നോ മക്കളെ? അമ്മ അച്ഛനെ പണിയെടുപ്പിച്ച് പിടിപ്പിക്കാറുണ്ടോ? പറഞ്ഞോളൂ മക്കളെ. ചുമ്മാതെ അച്ഛച്ച. അച്ഛൻ വെറുതെ പറയുവാ. അതെ അതെ, പണിയൊക്കെ എടുക്കുന്ന ചേച്ചിയമ്മയാ. നീയും ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടുപേരും തിരിഞ്ഞല്ലേ? ചോക്ലേറ്റ് ഓടിച്ചോ, ചോക്ലേറ്റ് ഓടിച്ചാൽ നോക്കിയിരുന്ന മതി. രണ്ടര ചോക്ലേറ്റ് തിന്നിക്കടി. അയ്യോ അച്ഛച്ച, വിഷ്ണു അച്ഛനെ ചേച്ചിയമ്മ ഇടയ്ക്കിടയ്ക്ക് പീഡിപ്പിക്കാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണുന്നു എന്നൊന്നുമില്ല. ഇടിയടി അമ്പടി കള്ളി അല്ലേ സത്യ? അതെ. പറഞ്ഞോട്. എന്നാ ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചോക്ലേറ്റിന് മുമ്പിൽ കാല് മാറിയില്ലേ? എടോ പിള്ളേ, അത് ഇങ്ങോട്ടെ.